ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവാതിരയോട് ബന്ധപ്പെട്ടിട്ട് തന്നെ കൂവ പായസം അല്ലെങ്കിൽ കൂവ കുറുക്കിയത് അല്ലെങ്കിൽ കൂവ വരകിയത് എന്നൊക്കെ പറയുന്നത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ഒരുവിധം എല്ലാവർക്കും അറിയണതായിരിക്കാം. ഇപ്പോൾ തിരുവാതിരയ്ക്ക് നോയമ്പ് എടുക്കണ ആണെങ്കിൽ ഇപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിരുന്നാലും എൻ്റെതായ ഒരു രീതിയിൽ നമ്മുടെ പേജിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. തിരുവാതിരയൊക്കെ അല്ലേ. അപ്പോൾ തിരുവാതിര എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിട്ടാണ്. ഞാൻ ചെറുപ്പം മുതൽ എടുക്കുന്ന ഒരു ഒരിക്കലാണ് തിരുവാതിര. അതിൻ്റെ നേട്ടം ഈ നിമിഷം വരെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുമാണ്. കല്യാണത്തിന് മുമ്പ് നമ്മൾ ചെറുപ്പത്തിൽ എടുക്കുന്നത് നല്ലൊരു ഭർത്താവിനെ കിട്ടാനാണ്. ഈ നിമിഷം വരെയും കുഴപ്പമില്ല, നല്ലൊരു ഏട്ടനെ എനിക്ക് ഈശ്വരൻ നൽകി. ഇനിയുള്ളത് നമ്മുടെ ഭർത്താവിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് തിരുവാതിര എടുക്കുക. നമ്മുടെയൊക്കെ വീട്ടിൽ തിരുവാതിരയ്ക്ക് മകീരം തൊട്ടെടുക്കും. അതായത് അമ്മയൊക്കെ മകീരം എടുക്കുമായിരുന്നു. ഇപ്പം ഞാനും എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ മുതൽ ഒരിക്കലാണ് മകീരം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും തിരുവാതിര ഭർത്താവിന് വേണ്ടിയിട്ടും പിന്നെ പുണർദം ആങ്ങളമാരുള്ളവർ ആങ്ങളമാർക്ക് വേണ്ടിയിട്ടുമാണ് എടുക്കാറ്. അപ്പം ഞാൻ ഇന്നലെ മുതൽ ഒരിക്കലാണ്. അപ്പോൾ നമ്മൾ എല്ലാം ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പുഴുക്കുണ്ടാക്കി, നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കി, കഞ്ഞിയല്ല ഉണ്ടാക്കിയത് കേട്ടോ, ഉപ്പുമാവ് ഉണ്ടാക്കിയത്. എനിക്ക് കഞ്ഞി അത്ര വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. സാധാ പനി വന്നിരുന്നാൽ പോലും ഞാൻ സാധാ അരിയുടെ തന്നെയാണെങ്കിലും കഞ്ഞി കുടിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. പിന്നെ പഴം പുഴുങ്ങി, പപ്പടം കാച്ചിതാ ഇപ്പോൾ കൂവ പായസം ഉണ്ടാക്കാൻ പോണു. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ ഞാൻ തിരുവാതിര ഒരിക്കലും എടുക്കേണ്ടെന്നാണ് എനിക്ക് തോന്നിയേക്കണേ. കാരണം ചെറുപ്പത്തിലെ ആയാലും അമ്മയുടെ കൂടെ ഇങ്ങനെ നമ്മുടെ നാട്ടിലേക്കൊക്കെ പുറത്തായാലും, അതായത് പീരീഡ്സ് ആയാലും തിരുവാതിര ഒരിക്കൽ എടുക്കാമെന്നാണ് പറയണേ. സ്ത്രീകളുടെ ഉത്സവം എന്ന് പറയണോണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് വിളക്ക് എത്തിക്കാനൊന്നും പറ്റില്ലെങ്കിലും രാവിലെ എണീറ്റ് കുളിച്ച് ഈ പറഞ്ഞ പോലെ ഒരിക്കലൊക്കെ എടുക്കണതുകൊണ്ടൊന്നും യാതൊരു തടസ്സമില്ല എന്നാണ് പറയാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഗർഭിണിയായ ആ ഒരു സമയത്ത് മാത്രമായിരിക്കാം ഞാൻ തിരുവാതിര ഒരിക്കലും എടുക്കാണ്ടിരുന്നിട്ടുണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരു എല്ലാ കൊല്ലവും എടുക്കാറുണ്ട്. തിരുവാതിര ഒരിക്കലായാലും അതുപോലെ തന്നെ ശ്രീകൃഷ്ണേന്തിക്ക് ഒരിക്കലും എടുക്കൽ. ഇത് രണ്ടുമാണ് മുടങ്ങാണ്ട് എടുക്കാറ് കേട്ടോ. ഏകാദശിയൊക്കെ കല്യാണത്തിന് ശേഷമാണ് ഇടയ്ക്കൊക്കെ എടുത്തു തുടങ്ങിയേക്കണേ. എൻ്റെ വീട്ടിൽ അങ്ങനെ ഏകാദശി എടുക്കലൊക്കെ കുറവ് തന്നെ. എനിവേ എന്തൊക്കെയായാലും ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് കൂവ പായസം ഉണ്ടാക്കിയിരിക്കണേന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. ഇളക്കി എടുക്കണം. അപ്പോൾ ഈ കൂവപ്പൊടി സത്യം പറഞ്ഞതിന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൂവപ്പൊടി ഇല്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിനെ പോലെ ഉള്ളൊരു ചേച്ചി ഉണ്ട് ഇവിടെ, സിന്ധു ചേച്ചി. അപ്പോൾ സിന്ധു ചേച്ചിയാണ് എനിക്ക് കൂവപ്പൊടി എന്ന്. താങ്ക് യു. എനിവേ വീഡിയോ കാണുന്നുണ്ടാവും സിന്ധു ചേച്ചി, അതാട്ടോ താങ്ക് യു പറഞ്ഞ. പിന്നെ നമ്മളിതാ ശർക്കര പാവ് കാച്ചാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിലായിട്ടാണ് നമ്മൾ കൂവ പായസം ഉണ്ടാക്കാൻ പോണത്. അതുപോലെ തന്നെ നമ്മളിതാ പുഴുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുഴുക്കുണ്ടാക്കി പിന്നെ നമ്മളിതാ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴം പുഴുങ്ങിയത് ഇതിൻ്റെ ഉള്ളിലാണ്. കഴിഞ്ഞു, ഇനി ഒരു കഷ്ണം കിട്ടേ ഉള്ളൂ. ബാക്കി പുഴുങ്ങിയതൊക്കെ കഴിഞ്ഞു. ഞാനും മോനൊക്കെ രാവിലെ പഴം പുഴുങ്ങിയതായിരുന്നു. എനിവേ നമുക്ക് എന്തായാലും പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യുക. ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, ശർക്കര വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കിപ്പോൾ കല്ലും തരിയൊക്കെ ഉള്ളതിൻ്റെ ഈ ശർക്കരയിൽ പലപ്പോഴും അങ്ങനെ ഒന്നും അരിക്കാനും ഒന്നും ഉണ്ടാവാറില്ല. നല്ല നല്ല ശർക്കരയുടെ അച്ചാണ് കിട്ടാറ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ എടുത്തേക്കണം. അല്ലെങ്കിൽ അത് നിങ്ങൾ പാവ് വെച്ച് അരിച്ചൊഴിക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലവരെന്ത് ചെയ്ത് ഇങ്ങനെ ചിരകി കൂവ കുറുക്കിയിട്ട് അതിനകത്തേക്ക് ഇടുക ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് മെൽറ്റാവാൻ വെക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. വളരെ കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ ശർക്കരയിൽ കുറേ അധികം വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ മധുരം കുറയും. അങ്ങനെ എന്തോ ഒക്കെ സംഭവം ഉണ്ട്. എനിക്ക് കൂടുതലൊന്നും അറിയില്ല കേട്ടോ, ഒരിത്. അപ്പോൾ നമ്മളത് ശർക്കര പാവാവണ സമയത്ത് നമുക്ക് ഈ പൊടി ഒന്ന് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒന്ന് ഇതാക്കിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ശർക്കര പാവ വെച്ചാൽ നേരെ പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ആകെ ഇങ്ങനെ കട്ട കുത്തി പിടിക്കും. കട്ട കുത്തുക പറയില്ലേ, അങ്ങനെ പിടിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇനി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത്തിരി തീ കുറച്ച് വയ്ക്കട്ടാ. ശർക്കര ഇതാവട്ടെ. ഇതിനകത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് വന്നിട്ട് കട്ട കുത്താണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ ഗോതമ്പ് ദോശയ്ക്കൊക്കെ മാവ് കലക്കില്ലേ, അപ്പോഴൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഫോർക്ക് വെച്ചിട്ട് ഇളക്കുക എന്നുള്ളതാണ് കേട്ടോ.
നമ്മുടെ ശർക്കര പാവ് വെച്ചിട്ട് ഇത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കൂവ കലക്കി വെച്ചിരിക്കണം, കൂവപ്പൊടി കലക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ചേർക്കണതിൻ്റെ ഒപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് കട്ട കുത്തും. അപ്പം ഇങ്ങനെ മെല്ലെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തു മെല്ലെ. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഇത് ആയി വരാനായിട്ടാ. നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ഒരു ടേസ്റ്റിന് വേണമെന്ന് വെച്ചാൽ. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്ക്ക്. മിൽമയുടെ നെയ്യ് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഞാൻ ഭയങ്കര ഫാനാണ് മിൽമയുടെ നെയ്യുടെ. ഭയങ്കര ഇഷ്ടമാണ് മിൽമയുടെ നെയ്യുടെ ആ സ്മെല്ലും ഒക്കെ. നമ്മുടെ ശരിക്കും നല്ലൊരു സ്മെല്ലാണ് മിൽമയുടെ നെയ്ക്ക്. മറ്റുള്ള നെയ്കളെ അപേക്ഷിച്ചിട്ട് എനിക്ക് തോന്നിയേക്കണ നല്ല നെയ്യാണ് മിൽമയുടെ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കൂവ കുറുക്കിയത് ശരിയായിട്ടുണ്ട് കേട്ടോ. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നാളികേരമാണ്. നാളികേരം ചിരകിയത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ. നാളികേരം ചിരകിയത് ചേർത്ത്, അതുപോലെ തന്നെ ഇതാ പഴം ചേർത്ത് കൊടുക്കും. അതുകൊണ്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനിയുള്ളത് ചെയ്യും. ഗ്യാസ് ഓഫ് ചെയ്തു, എന്നിട്ടാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മൾ കൂവ കുറുക്കിയിട്ട് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം വേറെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.